ഹലോ ഗൈസ്, നമുക്കിന്നൊരു ബോട്ടിലായിട്ട് ചെയ്ത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ജാറും അക്രിലിക് പെയിൻറ്റും സ്പോഞ്ചുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ യെല്ലോ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ കളർ ചൂസ് ചെയ്യാം കേട്ടോ. സ്പോഞ്ച് എനിക്ക് വേറെ കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യാതിരിക്കുന്ന സ്പഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ പാത്രം കഴുകുന്ന സ്പോഞ്ച് വിത്ത് സ്ക്രബ്ബർ, അതാണ് യൂസ് ചെയ്തത് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു പെയിൻറ്റ്. അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തത്. അത് ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോൾ എനിക്ക് അത്ര ബ്രൈറ്റായിട്ട് തോന്നിയില്ല. ഞാനതുകൊണ്ട് ഡബിൾ കോട്ട് അടിച്ച് അത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം അതിലൊരു പെങ്കിൻ്റെ പടം വരച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ഡ്രോയിങ് അത് വരച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് പെങ്കിൻ്റെ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരിക്കൽ പെൻട്രസ്റ്റിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ പെങ്കിൻ്റെ പടം വരച്ചു കൊടുത്തു. അതിനുശേഷം ആ പെങ്കിൽ ഒന്ന് കളറൊക്കെ ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വളരെ സൂക്ഷിച്ച് കളർ ചെയ്യാം കേട്ടോ. കുറേ നാളായി കളർ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് കളർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ അഴിച്ചു പണിയേണ്ടി വരുമല്ലോ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ സൂക്ഷിച്ച് കളർ ചെയ്ത് അത് ഫിനിഷാക്കി ഒരു ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുഞ്ഞു കാര്യമാണെങ്കിലും അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലാവണേ. കാര്യം പറഞ്ഞാൽ ഞാൻ മടി പിടിച്ച് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. ഇതെല്ലാവരും ചെയ്യണതൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ അതിനെ ഔട്ടർ ലൈനൊക്കെ വരച്ച് കണ്ണൊക്കെ വരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു ക്യൂട്ട് ലുക്ക് തോന്നി എനിക്ക്. ഇത് മൊത്തത്തിൽ കളർ ചെയ്തതിന് ശേഷം ഞാനൊരു എന്തെങ്കിലും പ്ലാന്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു മണി പ്ലാന്റൊക്കെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു കോട്ട് എഴുതണമല്ലോ എന്ന് വെച്ചിട്ട് ബി കാം എന്ന് എഴുതി. ഞാൻ ഒട്ടും കാമല്ലാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ബി കാം എന്ന് എഴുതിയത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് എഴുതാട്ടോ. എൻ്റെ കയ്യിൽ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മണി പ്ലാന്റ് കൂടി പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൽ മണി പ്ലാന്റ് കൂടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നല്ല ലുക്കായിട്ടില്ലേ ഇപ്പോൾ കാണാനായിട്ട്? സെറ്റായിട്ടുണ്ട് കാണാനായിട്ട്. ഇതെങ്ങനെ നല്ല നമ്മുടെ ടേബിളിലൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ വേണം.